ദൈവം മാത്രമുള്ളൂ. ഞങ്ങൾ ജീവിക്കണത് ഇതിനു വേണ്ടിയിട്ടാണ്. എങ്ങനെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങൾ സഹായിക്കണം. പറ്റണത് എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നാണ് പറഞ്ഞിട്ട്. ഞങ്ങളെ കൊണ്ട് ഒറ്റ താങ്ങാത്തൊരു പൈസയാണ്, അത്രയും വലിയൊരു തുകയാണ് നമുക്കിതിൽ വേണ്ടത്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എന്റെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞാനവിടെ ഡൽഹിയിൽ കരട് കൊടുക്കണത് ടെസ്റ്റുകളും എല്ലാതും കഴിഞ്ഞെല്ലാം ഓക്കെയാണ്. എനിക്കിനൊരു ജീവിതം ഇല്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമില്ല. എന്റെ മോനുണ്ടെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾക്ക് അത് മാത്രം മതി. ഞങ്ങൾക്ക് ഇവരെ ആരോഗ്യത്തിൽ കണ്ടാൽ മതി. 7 കൊല്ലത്തോളമായി അവൻ ഈ അവസ്ഥ അനുഭവിക്കുന്നു. ഞങ്ങൾക്ക് അവനൊന്ന് ആരോഗ്യത്തിൽ കണ്ടാൽ മാത്രം മതി. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എന്റെ അമ്മയും ഞാനും ഇവരും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാനായി. എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവരെ നന്നായി നോക്കണമെന്ന് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. വേറെ ഒന്നും വേണ്ട. എന്റെ മോനെ സഹായിക്കണം. എല്ലാവരും കൂടിയിട്ട് എല്ലാവരും സഹായിക്കണം എന്റെ മോനെ. അസ്സലാമു വളരെ നമസ്കാരം. ഷെയ്ൻ കെ മൊയ്തീനാണ്. എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത വല്ലാത്തൊരു സങ്കടത്തിലാണ്. കാരണം ഇപ്പോ രാജഗിരി ഹോസ്പിറ്റലിലെ ചികിത്സക്കും ടെസ്റ്റുകൾക്ക് ശേഷമാണ് അരുൺ കൃഷ്ണയുടെ കരള് എത്രയും പെട്ടെന്ന് മാറ്റിവെക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അച്ഛനില്ല, ആകെയുള്ളത് പ്രായമായ അമ്മയും ഈ സഹോദരിയും മാത്രമാണ്. സഹോദരിയുടെ വാക്കുകള് നമ്മുടെയൊക്കെ നെഞ്ചൊന്ന് പിടച്ചു വയ്ക്കും. കാരണം തനിക്കിനി ഒരു ജീവിതം ഇല്ലെങ്കിലും, ഒരു കുടുംബജീവിതം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്റെ അനുജന് കരള് പകുത്തി നൽകിക്കൊണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഇല്ലാത്തത് പൈസ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുന്ന ഈ സഹോദരിയുടെ വാക്കുകൾ ഒരാള് പോലും തട്ടിക്കളയരുത്. അരുൺകൃഷ്ണയുടെ സർജറി എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യാനാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, സർജറിക്കും തുടർ ചികിത്സക്കും നമുക്ക് ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത്. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അരുൺകൃഷ്ണയ്ക്കും അവന്റെ പ്രിയപ്പെട്ട ചേച്ചിക്കും അവന്റെ അമ്മയ്ക്കും നമുക്കൊരു ആശ്വാസം നൽകാൻ കഴിയും. ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ കഴിയും. കൂടി ഉണ്ടാകും. തൃശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് കുടുംബം താമസിക്കുന്നത്. ഇവര് താമസിക്കുന്ന ഈ വീടിന്റെ ഒക്കെ ഒരു ശോചനീയാവസ്ഥ കണ്ടാൽ തന്നെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും മഹല്ല് ഉസ്താദിന്റെ ഒക്കെ കീഴിൽ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ നാട്ടുകാരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത അത്ര വലിയ തുക അതിന്റെ പേരിലാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരെ കൈകൾ നീട്ടുന്നത്. സഹോദരിയുടെ വാക്കുകളാരും തട്ടി മാറ്റി കളയരുത്, അപേക്ഷയാണ്. എന്റെ പേര് ഷോബി, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലുള്ള അരുൺ കൃഷ്ണയുടെ വീടിന്റെ മുൻപിലാണ്. നമുക്ക് ഈ നാടിന്റെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു വലിയ സംഖ്യയാണ് നമുക്ക് സമാഹരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും വലിയ ഒരു സഹായം, പിന്തുണയും നമുക്ക് ഇതിന് ആവശ്യമാണ്. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അവന്റെ പെങ്ങളാണ് അവന് വേണ്ട കരൾ പകുത്തു നൽകുന്നത്. അപ്പൊ ആ കുടുംബത്തെയും അതുപോലെ തന്നെ അവന്റെ മറ്റുള്ള ബുദ്ധിമുട്ടുകളെയും ഒക്കെ കണ്ടുകൊണ്ട് വലിയൊരു സമാഹരണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്, വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ മഹല്ലിലെ ഇമാമാണ്. എന്റെ മഹല്ലായ തലക്കോട്ടുകര മഹല്ല് പരിധിയിൽപ്പെടുന്ന വീട്ടിൽപ്പെട്ട അരുൺ കൃഷ്ണ എന്ന പ്രിയപ്പെട്ട കുട്ടിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, നിങ്ങൾ കഴിയാവുന്നത്ര സഹായ സഹകരണങ്ങൾ ഈ പൊന്നുമോന്റെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ ഉണ്ടാവണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേലൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറാണ് ബിന്ദു ശർമ്മ എന്ന പേര്. ഈ വാർഡ് നിൽക്കുന്നത് എന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ അരുൺ കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹായ സംഘം രൂപീകരിക്കുകയും പക്ഷെ അതിന് ഫണ്ട് മുഴുവനും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ നാട്ടുകാരുടെയും എല്ലാ ജനങ്ങളുടെയും
സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട്. പേര് സ്വപ്ന റഷീദ്. ഞാൻ വേലൂർ ഡിവിഷന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അരുൺ കൃഷ്ണ എന്ന കുട്ടിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തീരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിട്ടുള്ള അരുൺ കൃഷ്ണയെ സഹായിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി കണക്കാക്കിക്കൊണ്ട് എല്ലാവരും അരുൺ കൃഷ്ണയുടെ ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അബ്ദുൾ റഷീദ്. ഈ അരുൺ കൃഷ്ണയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൺവീനറാണ്. അരുൺ കൃഷ്ണയ്ക്ക് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവാൻ പോവുകയാണ്. ആ കുട്ടിയെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്.